Good morning. Welcome to our new auditing class, continuation of vouching of trading transactions. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൗച്ചിങ് ഓഫ് ട്രേഡിംഗ് ട്രാൻസാക്ഷനിലെ 4 പോയിൻ്റാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ബാക്കിയാണ് പറയാനുള്ളത്. അതെ, 4 പോയിൻ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ 4 പോയിൻറ്റ്സ്? ഒന്ന്, വൗച്ചിങ് ഓഫ് പർച്ചേസസ് ലെഡ്ജർ. 2, പർച്ചേസ് റിട്ടേൺ ഓർ റിട്ടേൺ ഔട്ട്വാർഡ്. 3, ക്രെഡിറ്റ് സെയിൽസ് ഓർ സെയിൽസ് ബുക്ക്. 4, സെയിൽസ് റിട്ടേൺസ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വൗച്ചിങ് ഓഫ് ബിൽസ് റിസീവബിൾ ബുക്ക്. എങ്ങനെയാണ് ബിൽസ് റിസീവബിൾ ബുക്ക് വൗച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്. Entries in regards to bills receivable are recorded in the bills receivable book and the auditor should perform vouching of bills receivable book in the following manner. അതായത് നമ്മുടെ ഈ ബിൽസ് റിസീവബിൾ ബുക്കിലാണ് ഈ ബിൽസ് റിസീവബിൾ എൻട്രീസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഓഡിറ്റർ ചെയ്യുക? ബിൽസ് റിസീവബിൾ മെച്ചുവർഡ് ആൻഡ് ഓണർ ഷുഡ് ബി വൗച്ച്ഡ് വിത്ത് ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് പാസ്ബുക്ക്. ഓണർ ആയതും അതുപോലെ തന്നെ മെച്ചുവർഡ് ആയിട്ടുള്ള ബിൽസ് റിസീവബിൾ വൗച്ച് ചെയ്യുന്നു എങ്ങനെ? വിത്ത് ക്യാഷ് ബുക്ക് ആൻഡ് bank passbook. The next, bills receivable discounted with the bank should be vouched with the cash book and bank passbook. The auditor should see that the discounts on bills discounted debited to discount account. നമ്മൾ പറഞ്ഞു ഇങ്ങനെ പാസ്ബുക്കും ബാങ്ക് പാസ്ബുക്കും ക്യാഷ് ബുക്കും വെച്ചിട്ടാണ് നമ്മൾ വൗച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓഡിറ്റർ ഷുഡ് ബി സീ ദാറ്റ് ദ ഡിസ്കൗണ്ട്സ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് എവിടെ ചെന്നിട്ടുണ്ടാവണം? ഡെബിറ്റഡ് ടു ഡിസ്കൗണ്ട് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യാം. And next, the entries on bills receivable dishonored and the noting charges should be checked with the entries in the journal proper. അതിൽ വരുന്ന നോട്ടിംഗ് ചാർജസ് എല്ലാം ബിൽസ് റിസീവബിൾ ഡിസോണർ ആയിട്ടുള്ളതിൻ്റെ നോട്ടിംഗ് ചാർജസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. The next, bills receivable in hand which have not yet matured, the auditor should physically verify and check the same with the total in the bills receivable book. അതായത് ബിൽസ് റിസീവബിൾ ഇൻ ഹാൻഡ് ആണ്, അത് മെച്യൂർ ആയിട്ടില്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യണം. പിന്നെ ദ ഓഡിറ്റർ ഷുഡ് ഒബ്റ്റെയിൻ എ സർട്ടിഫിക്കറ്റ് ഫ്രം ബാങ്ക് ഫോർ ബിൽസ് റിസീവബിൾ വിച്ച് ഹാവ് യെറ്റ് മെച്ചുവർഡ് ബട്ട് ആർ ഡെപ്പോസിറ്റർ വിത്ത് ബാങ്ക്. അതായത് ഒരു സർട്ടിഫിക്കറ്റ് ബാങ്കിൽ നിന്ന് കിട്ടണം. എന്തിനു വേണ്ടിയിട്ട്? വിച്ച് ഹാവ് യെറ്റ് മെച്ചുവർഡ് ബട്ട് ആർ ഡെപ്പോസിറ്റഡ് വിത്ത് ബാങ്ക്. മെച്ചുവർഡ് ആയിട്ടില്ല, പക്ഷേ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കണം, അല്ലെങ്കിൽ വെരിഫൈ ചെയ്തിരിക്കണം. The next, he should check the casting of bills receivable book and posting to the ledger accounts. Check the casting of bills receivable book. Bills receivable book കാസ്റ്റ് ചെയ്യുക ആൻഡ് പോസ്റ്റിംഗ് ടു ദ ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ അക്കൗണ്ടിലേക്ക് നമ്മളത് പോസ്റ്റ് ചെയ്യുക. ഓക്കെ. Then he should see that adequate provisions has been made in respect of liability for bills discounted shown properly on the liability side of balance sheet. പിന്നെ പറയുന്നത് അഡ്വക്കേറ്റ് പ്രൊവിഷൻസ് ഹാസ് ബീൻ മെയ്ഡ്, അതായത് പ്രോപ്പറായിട്ടുള്ള പ്രൊവിഷൻസ് ചെയ്തിരിക്കണം. ലയബിലിറ്റി ഫോർ ബിൽസ് ഡിസ്കൗണ്ട് ഷോൺ പ്രോപ്പർലി ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ ബിൽസ് ഡിസ്കൗണ്ട് ചെയ്തത് നമ്മൾ പ്രോപ്പറായിട്ട് എഴുതിയിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു ബിൽസ് റിസീവബിൾ ബുക്ക് വൗച്ചിങ് നടത്തുമ്പോൾ ഒരു ഓഡിറ്റർ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് ബിൽസ് പേയബിൾ ബുക്സ്. വൗച്ചിങ് ഓഫ് ബിൽസ് പേയബിൾ ബുക്സ്. The bills accepted are recorded in the bills payable books and the vouching of bills payable should be conducted in the following manner. അതായത് ബിൽസ് ആക്സെപ്റ്റഡ്, ബിൽസ് പേയബിൾ ബുക്കിൽ നമ്മൾ ബിൽ ആക്സെപ്റ്റ് ചെയ്ത ബില്ലുകളൊക്കെ നമ്മൾ അതിൽ റെക്കോർഡ് ചെയ്യുന്നു. ബിൽസ് ഫോർ വിച്ച് പേയ്മെൻറ്റ് ഹാസ് ബീൻ മെയ്ഡ് ബൈ ദ ക്ലയൻറ്റ് ഓൺ മെച്യൂരിറ്റി. ഏതൊക്കെയാണ് നമ്മൾ മെച്യൂരിറ്റിയിൽ ക്ലയൻറ്റിന് പേ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാഷ് ബുക്ക് നമ്മൾ ചെക്ക് ചെയ്യുക, റിട്ടേൺ ബില്ല് ചെക്ക് ചെയ്യുക, ഒരു ബാങ്ക് പാസ്ബുക്ക് വഴിയാണെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാം. Then, if the bills payable which have not yet matured ആണെങ്കിൽ, ബിൽസ് പേയബിൾ ഇതുവരെ ആയിട്ട് മെച്ചുവേർഡ് അല്ല എങ്കിൽ it should be checked by the auditor with the bills payable books and statement of accounts submitted. അതായത് ഷുഡ് ബി ചെക്ക്ഡ് ബൈ ദ ഓഡിറ്റർ. ഓഡിറ്റർ അത് ചെക്ക് ചെയ്യുന്നു എങ്ങനെ? വിത്ത് ദ ബിൽസ് പേയബിൾ ബുക്സ്. ബിൽസ് പേയബിൾ ബുക്ക് വഴി അത് ചെക്ക് ചെയ്തിട്ട് അത് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ. ദ നെക്സ്റ്റ്, ദ ഡിസോണർഡ് ബിൽസ് പേയബിൾ ഷുഡ് ബി ചെക്ക് വിത്ത് എൻട്രീസ് ഇൻ ദ ജേർണൽ പ്രോപ്പർ. ഡിസോണർ ആയിട്ടുള്ള ബില്ലുകൾ എവിടെയാണ് ജേർണൽ പ്രോപ്പറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് ബിൽസ് പേയബിളിൽ ശ്രദ്ധിക്കേണ്ടത്. ദ നെക്സ്റ്റ്, ഗുഡ്സ് സെൻഡ് ഓൺ സെയിൽ ഓർ റിട്ടേൺ സിസ്റ്റം. ഗുഡ്സ് സെൻഡ് ഓൺ സെയിൽ ഓർ റിട്ടേൺ സിസ്റ്റം.
This is a method of sale, and under this method goods are delivered to the customer on prior agreement. If the customer does not approve of the goods, he can return them within stipulated time. A goods sent on sale of return system, അതായത് വിൽക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ കൊടുത്തേക്കുക ഒരു സെയിലിൻ്റെ ഒരു പുതിയ മെത്തേഡാണ്. ഇതുവഴി നമ്മൾ കസ്റ്റമേഴ്സിന് പ്രയർ എഗ്രിമെൻറ്റിൽ ഡെലിവർ ചെയ്യുന്നു. അവർക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ റിട്ടേൺ സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ അവർക്കത് റിട്ടേൺ ചെയ്യാം. ദ കസ്റ്റമർ അപ്രൂവ്സ് ഓഫ് ദ ഗുഡ്സ് ദേ കനോട്ട് ബി ട്രീറ്റഡ് ആസ് സെയിൽസ്. അറ്റ് ദ ക്ലോസിംഗ് പീരിയഡ് ഓഫ് ബിസിനസ് ഇറ്റ് മേ സോ ഹാപ്പൻ ദാറ്റ് സം ഗുഡ്സ് റെസ്റ്റ് വിത്ത് കസ്റ്റമേഴ്സ് ഹു ഹാവ് നോട്ട് സെറ്റ് ദർ അപ്രൂവൽ. ഇൻ ദിസ് കേസ് ദീസ് ഗുഡ്സ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് സെയിൽസ്. അങ്ങനെയുള്ളപ്പോൾ നമ്മളതിന് സെയിൽസ് എന്ന് പറയില്ല. സച്ച് ഗുഡ്സ് മസ്റ്റ് ബി ഷോൺ as goods with customers and deducted from sales and from the list of debtors on the period under audit. The auditor should see that whether the customers have approved such goods, otherwise profit would be inflated. Profit inflation നടത്താൻ വേണ്ടിയിട്ട് ഓഡിറ്റർ ഈ ഒരു പ്രോപ്പറായിട്ടുള്ളത് അപ്രൂവ് ചെയ്തിട്ട് അതിന് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യണം. Then unapproved goods by the customer at the time of balance sheet should be on the asset side of the balance sheet as goods with customers. അല്ലേ, അൺഅപ്രൂവ് ആയിട്ടുള്ള ഗുഡ്സുകളാണെങ്കിൽ അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റ് ആസ് ഗുഡ്സ് വിത്ത് കസ്റ്റമേഴ്സ് എന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇത്രയാണ് ഗുഡ്സ് സെൻഡ് ഓൺ സെയിൽ ഓഫ് റിട്ടേൺ സിസ്റ്റത്തിൽ പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് പറയുന്നു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഗുഡ്സ് കൺസൈൻ to consigning an agreement. Consignment outward journal is used to record such transactions. This book is vouched with a copy of agreement, account sale and correspondence. അപ്പോൾ ഗുഡ്സ് കൺസൈൻ ടു കൺസൈനി അല്ലേ, ഗുഡ്സ് സെൻഡ് ഓൺ നമ്മുടെ സമ്മതപ്രകാരം നമ്മൾ എന്ത് ചെയ്യാണ്, ഗുഡ്സ് സെൻഡ് ചെയ്യാണ്. കൺസൈൻമെൻറ്റ് ഔട്ട്വേർഡ് ജേർണൽ ഈസ് യൂസ് ടു റെക്കോർഡ്. അത്തരത്തിൽ വരുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് കൺസൈൻമെൻറ്റ് ഔട്ട്വേർഡ് അല്ലെങ്കിൽ കൺസൈൻമെൻറ്റ് റെക്കോർഡ്. ദിസ് ബുക്ക് ഈസ് വൗച്ച്ഡ് വിത്ത് കോപ്പി ഓഫ് എഗ്രിമെൻറ്റ്, അക്കൗണ്ട് സെയിൽ ആൻഡ് കറസ്പോണ്ടൻസും സെയിലൊക്കെ നോക്കിയിട്ട് ഈ ഒരു ബുക്ക് നമ്മൾ വൗച്ച് ചെയ്യുന്നുണ്ട്. അൺസോൾഡ് ഗുഡ്സ് വിത്ത് ദ കൺസൈനി ഷുഡ് നോട്ട് ബി ട്രീറ്റഡ് ആസ് സെയിൽ. നമ്മൾ അൺസോൾഡ് ചെയ്തതിന് നമ്മൾ ഒരിക്കലും സെയിലായിട്ട് കണക്കാക്കില്ല. സച്ച് അൺസോൾഡ് ഗുഡ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ സ്റ്റോക്ക് ആൻഡ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ആസ് ഗുഡ്സ് ഓൺ കൺസൈൻമെൻറ്റ്. അത്തരത്തിൽ വരുന്ന ഗുഡ്സുകൾ ബാലൻസ് ഷീറ്റിൽ സെറ്റ് സൈഡിൽ ഗുഡ്സ് ഓൺ കൺസൈൻമെൻറ്റ് എന്ന രീതിയിൽ കാണിക്കുന്നു. And the auditor should see the valuation of the unsold stock. It should be valued at market price or cost price, whichever is lower, plus proportional expenses incurred on consignment. ഏതാണോ ലൈക്ക് അതായത് ഷുഡ് ബി വാല്യൂഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഓർ കോസ്റ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിലാണോ കോസ്റ്റ് പ്രൈസിലാണോ, വിച്ചെവർ ഈസ് ലോവർ, ഏതാണ് കുറവ്, അതിനനുസരിച്ച് വാല്യൂ ചെയ്യും. അതാണ് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നു വൗച്ചിങ് ഓഫ് ജേർണൽ പ്രോപ്പർ. ഒമ്പതാമത്തെ പറയുന്നത് വൗച്ചിങ് ഓഫ് ജേർണൽ പ്രോപ്പർ. Journal proper is used for recording those transactions which cannot be recorded in any of the subsidiary book. വേറെ ഒരു സബ്സിഡിയറി ബുക്കിലും എഴുതാത്ത എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിലാണ് നമ്മളത് ജേർണൽ പ്രോപ്പറിൽ എഴുതുക. ആൻഡ് ദ ട്രാൻസാക്ഷൻസ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി നേച്ചർ ഫോർ വിച്ച് ദർ ആർ നോ സ്പെഷ്യൽ ബുക്സ്. അല്ലെ, എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി നേച്ചറിൽ വരുന്നതും അതിന് സ്പെഷ്യലായിട്ടൊരു ബുക്ക് ഇല്ലാത്തതുമായ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിലാണ് നമ്മളത് എവിടെ ചേർക്കുന്നത്, ജേർണൽ പ്രോപ്പറിൽ ചേർക്കുന്നത്. ജേർണൽ പ്രോപ്പർ എൻട്രി ചെയ്യുന്ന അല്ലെങ്കിൽ എൻട്രീസ് എന്തൊക്കെയാണ്? ഒന്ന് ഓപ്പണിംഗ് എൻട്രീസ്, പിന്നെ ക്ലോസിംഗ് എൻട്രീസ്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ്, ട്രാൻസ്ഫർ എൻട്രീസ്, റെക്ടിഫിക്കേഷൻ എൻട്രീസ്, എൻട്രീസ് ഓഫ് ഡിസോണർ ഓഫ് ബിൽസ് ആൻഡ് റിന്യൂവൽ ഓഫ് ബിൽസ്, the issue and allotment of shares, forfeiture of shares and issue of shares, entries of joint venture, entries for purchase and sale of assets on credit. ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസുകളൊക്കെയാണ് അല്ലെങ്കിൽ എൻട്രീസ് ആണ് ഒരു ജേർണൽ പ്രോപ്പറിൽ പോസ്റ്റ് ചെയ്യുന്നത്. The journal entries are of a varied nature. They are also of great importance since they affect the profit and loss account. There are a lot of chances for committing frauds through the journal. Therefore, the journal should be watched most carefully. വളരെ വ്യക്തമായിട്ടും വളരെ കെയർഫുള്ളായിട്ടും വേണം നമ്മൾ ഈ ജേർണൽ പ്രോപ്പർ വൗച്ച് ചെയ്യാനായിട്ട്. ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്, കാരണം ഇത് എഫക്ട് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ലോട്ട് കമ്മിറ്റിംഗ് ഫ്രോഡുകളും മിസ്സസ് അപ്രോപ്രിയേഷനും ഒക്കെ നടത്താനുള്ള ചാൻസുകൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അതിൻ്റെ ദ ആക്ച്വൽ എവിഡൻസ് ഓഫ് ഈച്ച് ട്രാൻസാക്ഷൻ വിൽ ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് നേച്ചർ വൈൽ വാച്ചിങ് ദ എൻട്രീസ് ഇൻ ദ ജേർണൽ. ദ ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് സഫിഷ്യൻറ്റ് ഡോക്യുമെൻ്ററി എവിഡൻസസ് support those transactions.
അതായത് the actual evidence of each transaction will depend on its nature while vouching the entries in the journal. The auditor should see that sufficient documentary evidences support those transactions. അതായത് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്ററി എവിഡൻസുകൾ അത്തരത്തിൽ വരുന്ന ട്രാൻസാക്ഷൻസിന് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ നരേഷൻ ബീങ് ഫോളോഡ് ബൈ ഈച്ച് ട്രാൻസാക്ഷൻ റെക്കോർഡ് ഇൻ ദ ജേർണലിൽ നരേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, പ്രോപ്പർലി ഓതറൈസ് ചെയ്യാം. താഴെ പറയുന്ന പോലെയാണത് എന്ത് പറയുന്നത് ഓഡിറ്റർ അത് വോച്ച് ചെയ്യുന്നത്. ഒന്ന് ഓപ്പണിംഗ് എൻട്രീസ്. ദ ഓപ്പണിംഗ് എൻട്രീസ് മേ ബി ചെക്ക്ഡ് ഫ്രം ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് പ്രീവിയസ് ഇയറിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് ഓപ്പണിംഗ് എൻട്രീസ് വോച്ച് ചെയ്യുന്നു. ഇനി ക്ലോസിംഗ് എൻട്രീസ്. ദ എൻട്രീസ് വിച്ച് ആർ പാസ്ഡ് ഫോർ ക്ലോസിംഗ് ആൻഡ് ട്രാൻസ്ഫറിംഗ് ബാലൻസ് ഫ്രം നോമിനൽ അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുക, അതാണ് ക്ലോസിംഗ് എൻട്രീസ്. Then adjusting entries. Adjusting entries like depreciation, bad debt, outstanding and prepaid items, interest on capital, etc. അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. The auditor should check these items of adjusting entries with great care and skill. വളരെയധികം ശ്രദ്ധയോടെ വളരെ സ്കില്ലോടും കൂടിയിട്ട് വേണം എന്ത് ചെയ്യാൻ ഓഡിറ്റർ അതെല്ലാം ചെക്ക് ചെയ്യാൻ. A lot of chance for manipulation of accounts and as they affect profit greatly. പ്രോഫിറ്റ് ഗ്രേറ്റ്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള മൽപ്രാക്ടീസ് നടത്താൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് എന്ത് ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 10th one സെയിൽസ് ലെഡ്ജർ. സെയിൽസ് ലെഡ്ജർ അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് ലെഡ്ജർ. ഡെപ്റ്റേഴ്സ് ലെഡ്ജർ കണ്ടെയ്ൻസ് ദ അക്കൗണ്ട്സ് ഓഫ് ദ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതിൽ കാണുന്നത്. The opening balance of these accounts are checked from the previous year's lay. Opening balance എപ്പോഴും നമ്മൾ പ്രീവിയസ് ഇയറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ വാച്ച് ചെയ്യുന്നതും ചെക്ക് ചെയ്യുന്നതും. The postings from sales book, sales return book, cash book, journal, bills receivable book are then checked. And the casting of the accounts in the sales ledger should be checked with the balance as shown in the certified schedule of debtors. ഡെപ്റ്റേഴ്സിൻ്റെ സർട്ടിഫൈഡ് ഷെഡ്യൂളിൽ പറയുന്ന പ്രകാരമായിരിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. And the client should be asked to give list of debtors clarified into the good, doubtful, bad, adequate percentage of debtors must be provided from the profit as reserve for doubtful debt. ഏതൊക്കെയാണ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ഏതൊക്കെയാണ് അവരുടെ ലിസ്റ്റ്, ഡെപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ്. ഗുഡ് ഡെപ്റ്റേഴ്സ്, ഡൗട്ട്ഫുൾ, ഗുഡ്, ഡൗട്ട്ഫുൾ, ബാഡ്, അഡിക്കേറ്റ്, പെർസെൻറ്റേജ്, അതിൻ്റെയൊക്കെ പെർസെൻറ്റേജ് പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ വരുന്ന ഇഫ് ദ പ്രൊവിഷൻ പ്രൊവൈഡ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഈസ് ഇൻഅഡിക്വേറ്റ് ഡെപ്റ്റ് ദ മാറ്റർ ഈസ് ഷോൺ ഇൻ ഹിസ് റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ ബാഡ് ഡെപ്റ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് എഴുതുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അത് റിട്ടേൺ ഓഫ് ചെയ്യാം. If the books are maintained under self-balancing system, the total of balance in the schedule of debtors agree with the total of the balance shown in the debtors ledger adjustment account. അതായത് ബുക്ക് ആർ മെയിൻറ്റെയിൻ അണ്ടർ സെൽഫ് ബാലൻസിങ് സിസ്റ്റം. സെൽഫ് ബാലൻസിങ് സിസ്റ്റം പ്രകാരം ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഓഫ് ബാലൻസ് ഇൻ ദ ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ് അഗ്രി വിത്ത് ദ ടോട്ടൽ ഓഫ് ദ ബാലൻസ് ഷോൺ ഇൻ ദ ഡെപ്റ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഡെപ്റ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലാണ് നമ്മൾ അതിൻ്റെ ടോട്ടൽ ബാലൻസ് ഇത് എഴുതാം. It is better to send statements of balance in accounts to the individual debtors and ask them to confirm the same. അതായത് നമുക്ക് ഏറ്റവും നല്ലത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ബാലൻസ് ഇൻ അക്കൗണ്ട്സ് ടു ദ ഇൻഡിവിജ്വൽ ഡെപ്റ്റേഴ്സിന് നമ്മളതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അയച്ചു കൊടുക്കുക. ആൻഡ് ആസ്ക് ദം ടു കൺഫേം ദ സെയിം. അത് നമ്മൾ കൺഫേം ചെയ്യാനായിട്ട് പറയുക. അത്രയും കാര്യങ്ങളാണ് നമ്മൾ എങ്കിൽ ശ്രദ്ധിക്കേണ്ടത് സെയിൽസ് ലെഡ്ജർ, ഡെപ്റ്റേഴ്സ് ലെഡ്ജറിൽ ശ്രദ്ധിക്കേണ്ടത്. Then the last one is purchase ledger or bought ledger. എന്താണ് പർച്ചേസ് ലെഡ്ജർ, എന്താണ് ബോട്ട് ലെഡ്ജർ? ബോട്ട് ലെഡ്ജർ കണ്ടെയ്ൻസ് ദ അക്കൗണ്ട്സ് ഓഫ് ഓൾ ദ ക്രെഡിറ്റേഴ്സ്. എല്ലാ ക്രെഡിറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് എന്തിൽ കാണുന്നത്, ബോട്ട് ലെഡ്ജേഴ്സിൽ കാണുന്നത്. And the opening balances will be checked from the previous year's audited balance sheet and the schedule of the creditors as at the close of the previous year as checked by the ഓഡിറ്റർ. ഓക്കെ, അതായത് ഓപ്പണിംഗ് ബാലൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത് എങ്ങനെ, ഫ്രം ദ പ്രീവിയസ് ഇയേഴ്സ് ഓഡിറ്റർ ബാലൻസ് ഷീറ്റ്. കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റർ ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പണിംഗ് ബാലൻസ് ചെക്ക് ചെയ്യുന്നു. ആൻഡ് ഷെഡ്യൂൾ ഓഫ് ദ ക്രെഡിറ്റേഴ്സിൻ്റെ ഷെഡ്യൂൾ ആസ് അറ്റ് ദ ക്ലോസ് ഓഫ് ദ പ്രീവിയസ് ഇയർ ആസ് ചെക്ക് ബൈ ദ ഓഡിറ്റർ. പ്രീവിയസ് ഇയർ നോക്കിയിട്ട് അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്ത ഒരു ഓഡിറ്റർ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു. And the ledger can be checked with the purchase book, purchase return book, journal cash book and bills payable book. ലെഡ്ജർ എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുക, എന്തിൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ടാണ് ലെഡ്ജർ ചെക്ക് ചെയ്യുന്നത്?
പർച്ചേസ് ബുക്ക് ഉണ്ട്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, ജേണൽ ക്യാഷ് ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്. അങ്ങനെ 4 രീതിയിലുള്ള ബുക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബോട്ട് ലെഡ്ജർ വെരിഫൈ ചെയ്യുന്നത്. ആൻഡ് ദ ക്ലോസിംഗ് ബാലൻസസ് ആർ ചെക്ക് വിത്ത് ദ ഷെഡ്യൂൾ ഓഫ് ക്രെഡിറ്റേഴ്സ് ആസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. എൻഡ് ഓഫ് ദ ഇയർ വരെ എത്ര ക്രെഡിറ്റേഴ്സ് ഉണ്ട് അവരുടെ ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പർച്ചേസ് ലെഡ്ജറോ ബോട്ട് ലെഡ്ജർ. Okay, it is better to receive confirmation or letters from creditors regarding their balance of the account. അവരുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ കൺഫർമേഷൻ ലെറ്റേഴ്സ് ഫ്രം ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു കൺഫർമേഷൻ ലെറ്റർ വാങ്ങുക റിഗാർഡിങ് ദർ ബാലൻസ് ഓഫ് ദ അക്കൗണ്ട്സ്. അവരുടെ അക്കൗണ്ടിൻ്റെ ബാലൻസ് അറിയുന്നതിനുള്ള ഒരു കൺഫർമേഷൻ വാങ്ങുന്നത് വളരെ നല്ലൊരു എന്താ പറയുക ഒരു ഇൻഫർമേഷനാണ്. ഇഫ് ദ ബുക്സ് ആർ മെയിൻറ്റെയിൻ അണ്ടർ സെൽഫ് ബാലൻസ് സിസ്റ്റം ദ ടോട്ടൽ ബാലൻസ് ഷോൺ ഇൻ ദ ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ് ടാലി വിത്ത് ദ ടോട്ടൽ ഓഫ് ദ ഷെഡ്യൂൾ ഓഫ് ദ ക്രെഡിറ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ബുക്ക് നമ്മൾ സെൽഫ് ബാലൻസ് സിസ്റ്റം വഴിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ദ ടോട്ടൽ ബാലൻസ് ഷോൺ ഇൻ ദ ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ടോട്ടൽ ബാലൻസ് ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അക്കൗണ്ടിൽ കാണുകയും വിത്ത് ദ ടോട്ടൽ ഓഫ് ഷെഡ്യൂൾ ഓഫ് ദ ക്രെഡിറ്റേഴ്സ്. സംടൈംസ് പ്രൊവിഷൻസ് ഹാവ് ബീൻ മെയ്ഡ് ഫോർ റിസർവ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. ചില കേസുകളിൽ ചില പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതാർക്കൊക്കെയാണ്? റിസർവ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് ചില രീതിയിലുള്ള പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദ ഓഡിറ്റർ ഷുഡ് സീ ദ റിസർവ് ഈസ് നോട്ട് എക്സസീവ്. ഓഡിറ്റർ പറയുന്നത് റിസർവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലൊരു എക്സസീവ് അല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് പർച്ചേസ് ലെഡ്ജർ ഓർ ബോട്ട് ലെഡ്ജർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വൗച്ചിങ് ഓഫ് ട്രേഡിംഗ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ നോൺ ക്യാഷ് ഐറ്റംസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റ് വൗച്ചിങ് ഓഫ് പർച്ചേസ് ലെഡ്ജറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. പർച്ചേസ് ലെഡ്ജറിൻ്റെ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു. അതിൽ ഇൻറ്റേർണൽ ചെക്ക് റിഗാർഡിങ് ക്രെഡിറ്റ് പർച്ചേസ് വരുന്നുണ്ട്. ക്രെഡിറ്റ് പർച്ചേസിൻ്റെ ഇൻറ്റേർണൽ ചെക്ക് വരുന്നുണ്ട്. പല എൻട്രി ഫിക്റ്റീഷ്യസ് പർച്ചേസ്, എൻട്രി ഫിക്റ്റീഷ്യസ് ഫോളോഡ് ബൈ ഫിക്റ്റീഷ്യസ് റിട്ടേൺ, എൻട്രിങ് ആൻഡ് ഇൻവോയ്സ് ടോയ്സ് അല്ലേ, എൻട്രിങ് പർച്ചേസ് ഓഫ് ദിസ് ഇയർ ഇൻ ദ നെക്സ്റ്റ് ഇയർ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ടേമിൽ പഠിച്ചു. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് പർച്ചേസ് റിട്ടേൺ ഓർ റിട്ടേൺ ഔട്ട്വാർഡ്. പർച്ചേസ് റിട്ടേൺ ഓർ റിട്ടേൺ ഔട്ട്വാർഡ്. ഇവിടെ നമ്മൾ ഡിഫക്ട്സ്, ഗുഡ്സിന് ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അത്, ഡിഫറൻസ് ഇൻ ക്വാർട്ടർ പ്രൈസും നമ്മൾ ഇൻവോയ്സ് പ്രൈസും നമ്മൾ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത്, ഇൻഫീരിയർ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ഉണ്ടെങ്കിൽ അത്, ഡിലേ ഇൻ ഡെലിവറി ഓഫ് ഗുഡ്സ്, അങ്ങനെ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കോച്ചിങ് നടക്കുന്നത്. ദാൻ നെക്സ്റ്റ് ക്രെഡിറ്റ് സെയിൽസ് ഓർ സെയിൽസ് ബുക്ക്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രെഡിറ്റ് സെയിൽ ഓർ സെയിൽസ് ബുക്കിനെ കുറിച്ചിട്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സെയിൽസ് റിട്ടേൺസ്. സെയിൽസ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ഷുഡ് ബി എൻറ്റേർഡ് ഇൻ ദ ഗുഡ്സ് ഇൻവാർഡ് ബുക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സെയിൽസ് റിട്ടേണിൻ്റെ കാര്യങ്ങൾ എഴുതുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഇന്ന് പഠിച്ച അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, വൗച്ചിങ് ഓഫ് ബിൽസ് റിസീവബിൾ ബുക്ക് അല്ലേ. ബിൽസ് റിസീവബിൾ ബുക്ക് എങ്ങനെയൊക്കെ വൗച്ച് ചെയ്യണം, എന്തൊക്കെയാണ് അതിൽ വരിക, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക, ബാങ്കിൽ എങ്ങനെ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അടുത്തത് വൗച്ചിങ് ഓഫ് ബിൽസ് പേയബിൾ ബുക്ക്. ബിൽസ് പേയബിൾ നമ്മൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ബിൽസ് പേയബിളിൽ വരിക. അത് ആക്സെപ്റ്റ് ചെയ്ത ബില്ലുകളൊക്കെ ബിൽസ് പേയബിൾ ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. പിന്നെ ഗുഡ്സ് സെൻഡ് ഓൺ സെയിൽ ഓർ റിട്ടേൺ സിസ്റ്റം. ഗുഡ്സ് സെൻഡ് ഓൺ സെയിൽ ഓർ റിട്ടേൺ സിസ്റ്റം, അതായത് അപ്രൂവ്ഡ് ഗുഡ്സാണോ അൺഅപ്രൂവ്ഡ് ഗുഡ്സാണോ നോക്കുക. അതുപോലെ സെയിൽ നമ്മൾ ആവശ്യക്കാർക്ക് അല്ലെങ്കിൽ എന്താ പറയുക അഡ്വാൻസ് ആയിട്ട് എത്തിക്കുക, എന്നിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം, അങ്ങനത്തെ രീതിയിൽ. ദെൻ എട്ടാമത്തെ പറയുന്നതാണ് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഗുഡ്സ് അല്ലേ, നമ്മളെ കൺസൈൻമെൻറ്റിൻ്റെ അഭിപ്രായപ്രകാരം അല്ലെങ്കിൽ കൺസൈനിയുടെ അഭിപ്രായപ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ഗുഡ്സ് സെൻഡ് ചെയ്യാം. പിന്നെ വൗച്ചിങ് ഓഫ് ജേണൽ പ്രോപ്പർ, അതിൽ വരുന്ന എൻട്രീസ്, ഓപ്പണിങ്, ക്ലോസിങ്, റെക്ടിഫിക്കേഷൻ എൻട്രീസ്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ 10ാമത് വരുന്നതാണ് സെയിൽസ് ലെഡ്ജർ ഓർ ഡെപ്റ്റേഴ്സ് ലെഡ്ജർ. 11 പർച്ചേസ് ലെഡ്ജർ ഓർ ബോട്ട് ലെഡ്ജർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക. നന്നായി ടെക്സ്റ്റ് വായിക്കുക, നോട്ട് ചെയ്താൽ ഞാൻ പറയുന്നില്ല, നന്നായി ടെക്സ്റ്റ് വായിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ,
So wind up the class.